ഒരു രാജ്യത്തെ മുഴുവൻ ബുദ്ധിമുട്ടിച്ച് തൻ്റെ ജനത്തെ മോചിപ്പിക്കുവാൻ ശ്രമിക്കാതെ ഒരു അത്ഭുതത്തിലൂടെ ദൈവത്തിന് ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്നും കനാനിൽ എത്തിക്കാമായിരുന്നില്ലേ? അവരെ വിളിച്ചിറക്കിയിട്ട് എന്തിനാണ് കനാൻ നാട്ടിലെത്താൻ നീണ്ട വഴിയെ നടത്തിയത്? ചില ആഴ്ചകൾ കൊണ്ട് എത്താമായിരുന്ന ആ കുറുക്ക് വഴി എടുക്കാതിരുന്നത് എന്താണ്? അവിടുത്തെ പ്രതികൂലങ്ങളെ ദൈവത്തിന് നിസ്സാരമായി നീക്കിക്കൂടായിരുന്നു? നല്ല ചോദ്യങ്ങൾ. ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നടത്തുന്നവനായി ഇസ്രയേലിൻ്റെ ഇടയനായുള്ളവേ എന്ന് സങ്കീർത്തനക്കാരൻ പാടിയത് ഇസ്രയേലിൻ്റെ ഗണത്തെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവരുന്ന ദൈവത്തെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം. വിടുവിക്കപ്പെട്ട ജനത്തിൻ്റെ ജീവിതത്തിൽ ദൈവം എപ്പോഴും പ്രഥമ സ്ഥാനമാണ് ആഗ്രഹിക്കുന്നത്. ഈ വലിയ വിടുതൽ അവർ ഒരിക്കലും മറന്നു പോകാതിരിക്കുവാനാണ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളും പെസഹ ഉത്സവവും അവർക്ക് കൽപ്പനയായി നൽകിയത്. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന ക്രിസ്തുവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കൽപ്പനയാണിത്. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം. ദൈവം ഇസ്രായേൽ ജനത്തെ മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ച് അനവധി അത്ഭുത പ്രവൃത്തികളിലൂടെ മരുഭൂമിയിൽ കൂടി നടത്തി ഒടുവിൽ വാഗ്ദത്ത കനാൻ ദേശത്ത് കൊണ്ടെത്തിച്ചു. ഈ വലിയ സംഭവ പരമ്പരയുടെ ആദ്യവസാനം ദൈവം തൻ്റെ ഉദ്ദേശം നിറവേറ്റുന്നതാണ് നാം കാണുന്നത്. ഒരുപക്ഷെ ഇതെല്ലാം വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചില ചോദ്യങ്ങൾ ഉയർന്നേക്കാം. 10 ബാധകൾ അയക്കാതെ തന്നെ ദൈവത്തിന് ആ ജനത്തെ വിടുവിച്ച് കൊണ്ടുപോകാമായിരുന്നല്ലോ. ഈ 430 വർഷം അടിമത്തത്തിൽ ഇടാതെ കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ അവരെ വിടുവിക്കരുതായിരുന്നുവോ? അവരെ വിളിച്ചിറക്കിയിട്ട് എന്തിനാണ് കനാൻ നാട്ടിലെത്താൻ നീണ്ട വഴിയെ നടത്തിയത്? ചില ആഴ്ചകൾ കൊണ്ട് എത്തുമായിരുന്ന ആ കുറുക്ക് വഴി എടുക്കാതിരുന്നത് എന്താണ്? ആ വഴികളിൽ തന്നെ പ്രതികൂലങ്ങളെ ദൈവത്തിന് നിസ്സാരമായി നീക്കിക്കൂടായിരുന്നു? ഇതൊക്കെ നല്ല ചോദ്യങ്ങളാണ്. ഇങ്ങനെ ചിന്തിക്കുന്നവർ ദൈവത്തെ ഒരു ജാലവിദ്യക്കാരനായിട്ടാണ് കാണുന്നത്. മാനുഷികമായ ഇത്തരം ചോദ്യങ്ങൾക്ക് പകരം ഈ പ്രവൃത്തിയിലൂടെ വെളിപ്പെട്ട ദൈവിക ഉദ്ദേശം എന്താണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നത്. ദൈവത്തിൻ്റെ ഉദ്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ്? മിസ്രൈമിൽ ദൈവം 10ാമതൊരു ബാധ അയച്ച് ഇസ്രായേൽ മക്കളെ വിടുവിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടത്. അവർ തങ്ങളുടെ നീണ്ട യാത്ര ആരംഭിച്ചു. 13-ാം അധ്യായത്തിൽ വരുമ്പോൾ, പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ 1, 2, 3 വാക്യങ്ങളിൽ യഹോവ പിന്നെയും മോശയോട് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ മനുഷ്യരിലും മൃഗങ്ങളിലും കടിഞ്ഞൂലായി പിറക്കുന്നതിനെയൊക്കെയും എനിക്കായി ശുദ്ധീകരിക്കാം, അത് എനിക്കുള്ളതാകുന്നു എന്ന് കൽപ്പിച്ചു. അപ്പോൾ മോശ ജനത്തോട് പറഞ്ഞത്, നിങ്ങൾ അടിമ വീടായ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോന്ന ആ ദിവസത്തെ ഓർത്തുകൊള്ളുവിൻ. യഹോവ ബലമുള്ള കൈകൊണ്ട് നിങ്ങളെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചു. അതുകൊണ്ട് പുളിപ്പുള്ള അപ്പം തിന്നരുത്. ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശം വിട്ട് ചെങ്കടലിൻ്റെ ഭാഗത്തേക്ക് നീങ്ങുന്നു. മിസ്രൈമിലെ കടിഞ്ഞൂലൊക്കെയും മരിച്ചുപോയി. ആദ്യജാതന്മാർ തങ്ങൾക്കുള്ളതാണെന്ന് മിസ്രൈമിലെ ദേവന്മാർ എപ്പോഴും അവകാശപ്പെട്ടിരുന്നു. ഇപ്പോൾ ദൈവം ഇസ്രായേലിലെ ആദ്യജാതന്മാർ തൻ്റെ വകയാണെന്ന് അവകാശപ്പെടുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇന്ന് ക്രിസ്തു വിശ്വാസികളിൽ നിന്നും ഒന്നാമത്തേതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതൊരു ദൈവിക പ്രമാണമാണ്. അനേകം ദൈവമക്കളും ദൈവത്തിന് ജീവിതത്തിൽ 1-ാം സ്ഥാനം നൽകുന്നില്ല എന്നത് വളരെ ദുഃഖകരമായൊരു സ്ഥിതിയാണ്. ദൈവം നമുക്കുള്ളതിൽ ഏറ്റവും നല്ലതിനെ, ഏറ്റവും പ്രധാനപ്പെട്ടതിനെ, പ്രഥമമായതിനെ തനിക്കായി അവകാശപ്പെടുന്നു. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി തന്നെ. നമ്മുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനം ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അനേകം ക്രിസ്തു വിശ്വാസികളും അവനെ ഒടുവിലേക്ക് തള്ളി നീക്കിയിരിക്കുകയാണ്.
ദൈവത്തിന് അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ യാതൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന കാര്യം മറക്കരുത്. നാം ദൈവത്തെ പരിമിതിപ്പെടുത്തുകയാണ്. ഫലത്തിൽ ബാക്കിയെല്ലാം ചെയ്തിട്ട് സമയമുണ്ടെങ്കിൽ അല്പസമയം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്ഥാനം എന്താണ്? നമ്മുടെ സമയത്തിൻ്റെ ഭൂരിഭാഗവും വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ചെലവഴിക്കുന്നത്. വിനോദങ്ങൾക്കും ജഡാഭിലാഷങ്ങളെ തൃപ്തിപ്പെടുത്താനും നമ്മൾ എന്തുമാത്രം സമയം ഇതിനൊക്കെ കളയുന്നു. മറ്റു പ്രശ്നങ്ങളോ അസൗകര്യങ്ങളോ ഉണ്ടായില്ലെങ്കിൽ മാത്രം ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കും പോകുന്ന രീതിയാണോ താങ്കൾക്കുള്ളത്? ഒരു മിഠായി കച്ചവടക്കാരനായിരുന്ന വില്യം റിഗ്ലി എന്ന ക്രിസ്തു വിശ്വാസി ഒരിക്കൽ തൻ്റെ അനുഭവം പറഞ്ഞത് ഇപ്രകാരമാണ്. അദ്ദേഹത്തിന് ലഭിക്കുന്ന സകലത്തിലും 10 കൊടുക്കുന്നതിന് അദ്ദേഹം തീരുമാനമെടുത്തിരുന്നു. താൻ സമ്പാദിക്കുന്നതിൻ്റെ അവസാനത്തെ 10 കർത്താവിന് കൊടുത്തിരുന്നത്. അതായത് എല്ലാ ചെലവും കഴിഞ്ഞു വരുന്ന 10 മറിച്ച് തൻ്റെ സമ്പാദ്യത്തിൻ്റെ ആദ്യത്തെ 10 അയാൾ കർത്താവിന് കൊടുത്തു. എന്നാൽ അതുകൊണ്ട് തനിക്ക് കുറവൊന്നും ഉണ്ടായില്ലെന്നും ദൈവം തന്നെ സമൃദ്ധിയായി അനുഗ്രഹിച്ചു എന്നും അദ്ദേഹം പിന്നെ സാക്ഷ്യപ്പെടുത്തി. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഭൗതികമായ സമൃദ്ധി ദൈവം വാഗ്ദാനം ചെയ്യുന്നു എന്നല്ല. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകിയിട്ടുള്ളവരെ അവൻ എത്രമാത്രം അനുഗ്രഹിച്ചിരിക്കുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. അവന് 1-ാം സ്ഥാനം നൽകുക എന്ന് പറയുന്നതിൽ യാതൊരു വിധമായ ഒത്തുതീർപ്പിനോ വിട്ടുവീഴ്ചയ്ക്കോ സ്ഥാനമില്ല. അവന് പ്രഥമ സ്ഥാനം നൽകുക എന്നത് ഒരു ക്രിസ്തു വിശ്വാസിയുടെ ഉത്തരവാദിത്വവും സ്വാഭാവികമായ പ്രതികരണവുമാണ്. ഇസ്രായേൽ മക്കൾ വർഷങ്ങളായി അടിമകളായി സേവ ചെയ്ത മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നതേയുള്ളൂ. ഉടനെ തന്നെ ദൈവം അവരുടെ കടിഞ്ഞൂലിനെ ആവശ്യപ്പെടുന്നു. പലരും ഇപ്രകാരം പറഞ്ഞിരിക്കാനിടയുണ്ട്: കർത്താവേ, നീ ഞങ്ങളെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ചതേ ഉള്ളൂ, ഇപ്പോൾ ഞങ്ങളുടെ കടിഞ്ഞൂലുകളെ നിനക്ക് വേണ്ടി അവകാശപ്പെടുകയാണ്. നമ്മോട് ഓരോരുത്തരോടും കർത്താവായ യേശു ക്രിസ്തു പറയുന്നതും അതുതന്നെയാണ്. അവിടുന്ന് നമ്മെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുകയും സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുമെന്ന് ദൈവവചനത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8:36. നാം നമ്മെ തന്നെ ദൈവത്തിന് കൊടുക്കണമെന്ന് ദൈവം പറയുന്നു. ഞാൻ സ്വതന്ത്രനാകുന്നു എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം, എന്നാൽ നിങ്ങൾ വാസ്തവത്തിൽ സ്വതന്ത്രനാണോ? ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തം കൊടുത്ത് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ അവന് ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകുകയും നിങ്ങളെ തന്നെ സ്വമേധയാ അവന് സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ അനുഗ്രഹമുണ്ടാകുന്നു. 13-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ, എന്നാൽ കനാന്യർ, ഹിത്യർ, അമോര്യർ, ഹിവ്യർ, യെബൂസിയർ എന്നിവരുടെ ദേശമായി യഹോവ നിനക്ക് തരുമെന്ന് നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തതും പാലും തേനും ഒഴുകുന്നതുമായ ദേശത്തേക്ക് നിന്നെ കൊണ്ടുചെന്ന ശേഷം നീ ഈ മാസത്തിൽ ഈ കർമ്മം ആചരിക്കണം. ഇസ്രായേല്യർ പെസഹ പെരുന്നാളും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവവും കനാൻ ദേശത്ത് എത്തിയതിന് ശേഷവും ആചരിക്കേണ്ടതാണെന്ന് പറഞ്ഞിരിക്കുന്നു. 6ഉം 7ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, 7 ദിവസം നീ പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം, 7-ാം ദിവസം യഹോവയ്ക്കൊരു ഉത്സവമായിരിക്കണം. 7 ദിവസവും പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം. നിന്റെ പക്കൽ പുളിപ്പുള്ള അപ്പം കാണരുത്, നിന്റെ അരികത്തെങ്ങും പുളിച്ച മാവും കാണരുത്. ഇസ്രായേല്യർ മിസ്രൈം വിട്ടു പോരുമ്പോൾ അവർ അവരുടെ മാവ് കുഴയ്ക്കുന്ന പാത്രങ്ങളും അവയിലുള്ള കുഴച്ച മാവും കൂടെ കൊണ്ടുപോയിരുന്നു എന്ന് നാം വായിക്കുന്നു. അത് പുളിച്ച മാവായിരുന്നു. എന്നാൽ പുളിച്ച മാവ് ഉപേക്ഷിക്കണമെന്നും 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നണമെന്നും അവരുടെ വീട്ടിലോ അവരുടെ കൈവശമോ പുളിപ്പുള്ള അപ്പം കാണരുതെന്നും ദൈവം പറയുന്നു. 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുമ്പോൾ യഹോവ എനിക്ക് വേണ്ടി ചെയ്ത കാര്യം നിമിത്തമാകുന്നു ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നീ ആ ദിവസത്തിൽ നിന്റെ മകനോട് അറിയിക്കണം. ഈ ആചാരം ഒരു തലമുറയിൽ നിന്ന് അടുത്തതിലേക്ക് കൈമാറേണ്ടതായിരുന്നു. അങ്ങനെ ദൈവം അവരെ മിസ്രൈം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചു എന്ന് ജനം എല്ലായ്പ്പോഴും ഓർക്കുവാനിടയാകും. 9 മുതൽ നാം വായിക്കുമ്പോൾ, യഹോവയുടെ ന്യായപ്രമാണം നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന് ഇത് നിനക്ക് നിന്റെ കൈമേൽ അടയാളമായും നിന്റെ
കണ്ണുകളുടെ നടുവിൽ ജ്ഞാപക ലക്ഷ്യമായും ഇരിക്കണം. ബലമുള്ള കൈകൊണ്ടല്ലോ യഹോവ നിന്നെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചത്. അതുകൊണ്ട് നീ ആണ്ടുതോറും നിശ്ചയിക്കപ്പെട്ട സമയത്ത് ഈ ചട്ടം ആചരിക്കണം. യഹോവ നിന്നോടും നിന്റെ പിതാക്കന്മാരോടും സത്യം ചെയ്തതുപോലെ നിന്നെ കനാന്യരുടെ ദേശത്ത് കൊണ്ടുചെന്ന് അത് നിനക്ക് തരുമ്പോൾ കടിഞ്ഞൂലിനെയൊക്കെയും നിനക്കുള്ള മൃഗങ്ങളുടെ കടിഞ്ഞൂൽ പിറവിയെയൊക്കെയും നീ യഹോവയ്ക്കായി വേർതിരിക്കണം. ആണൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു. ഇസ്രായേൽ മക്കൾക്കുള്ള ആദ്യജാതന്മാരൊക്കെയും മൃഗങ്ങളുടെ കടിഞ്ഞൂൽ പിറവിയും യഹോവയ്ക്ക് വേർതിരിക്കേണ്ടതുണ്ടായിരുന്നു. 13-ാം വാക്യത്തിൽ വായിക്കുന്നത്, എന്നാൽ കഴുതയുടെ കടിഞ്ഞൂലിനെ ഒക്കെയും ആട്ടിൻകുട്ടിയെക്കൊണ്ട് വീണ്ടുകൊള്ളണം. അതിനെ വീണ്ടുകൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ കഴുത്തൊടിച്ചു കളയണം. നിൻ്റെ പുത്രന്മാരിൽ ആദ്യജാതനെയൊക്കെയും നീ വീണ്ടുകൊള്ളണം. ഓരോ കഴുതയുടെ കടിഞ്ഞൂലിനെയും ഒരു ആട്ടിൻകുട്ടിയെക്കൊണ്ട് വീണ്ടുകൊള്ളേണ്ടതാണ്. ഈ നീണ്ട ചെവിയുള്ള മൃഗത്തെ യാഗമൃഗമായി ദൈവത്തിന് ആവശ്യമില്ലായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആട്ടിൻകുട്ടിയെയാണ് യാഗം കഴിക്കേണ്ടത്. അവരുടെ പുത്രന്മാരിൽ ആദ്യജാതനെ വെള്ളി കൊണ്ട് വീണ്ടുകൊള്ളേണ്ടതാണ് എന്ന വസ്തുത നമുക്ക് പിന്നീട് കാണാവുന്നതാണ്. വീണ്ടെടുപ്പിൻ്റെ വിലയായിരുന്നു അന്ന് വെള്ളി. 14-ാം വാക്യത്തിൽ, എന്നാൽ ഇത് എന്ത് എന്ന് നാളെ നിൻ്റെ മകൻ നിന്നോട് ചോദിക്കുമ്പോൾ യഹോവ ബലമുള്ള കൈകൊണ്ട് അടിമവീടായ മിസ്രൈമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ച് ഫറവോൻ കഠിനപ്പെട്ട് ഞങ്ങളെ വിട്ടയക്കാതിരുന്നപ്പോൾ യഹോവ മിസ്രൈം ദേശത്ത് മനുഷ്യൻ്റെ കടിഞ്ഞൂൽ മുതൽ മൃഗത്തിൻ്റെ കടിഞ്ഞൂൽ വരെയുള്ള കടിഞ്ഞൂൽ പിറവിയെയൊക്കെയും കൊന്നുകളഞ്ഞു. അതുകൊണ്ട് കടിഞ്ഞൂലായ ആണിനെയൊക്കെയും ഞാൻ യഹോവയ്ക്ക് യാഗമർപ്പിക്കുന്നു. എന്നാൽ എൻ്റെ മക്കളിൽ കടിഞ്ഞൂലിനെയൊക്കെയും ഞാൻ വീണ്ടും കൊള്ളുന്നു. എന്തുകൊണ്ടാണ് കടിഞ്ഞൂലിനെ വേർതിരിക്കുന്നത് എന്നതിൻ്റെ കാരണം തലമുറകൾക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കണം എന്ന് ദൈവം ആ ജനത്തോട് പറയുന്നു. ദൈവം ഇസ്രായേൽ മക്കളെ മിസ്രൈം ദേശത്ത് നിന്ന് വിടുവിച്ചു എന്ന കാര്യത്തെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ഈ പറഞ്ഞ അനുഷ്ഠാനം. അവരുടെ ആൺമക്കളിൽ കടിഞ്ഞൂലിനെയൊക്കെയും വെള്ളി കൊണ്ട് വീണ്ടുകൊള്ളണമായിരുന്നു. പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 18-ഉം 19-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. 16-ഉം 17-ഉം വാക്യങ്ങളിൽ കാണുന്നത്, ഇത് നിൻ്റെ കൈമേൽ അടയാളമായും നിൻ്റെ കണ്ണുകളുടെ നടുവിൽ നെറ്റിപ്പട്ടമായും ഇരിക്കണം. യഹോവ ഞങ്ങളെ ബലമുള്ള കൈകൊണ്ട് മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു എന്ന് നീ അവനോട് പറയണം. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്തുകൂടിയുള്ള വഴി അടുത്തത് എന്ന് വരുകിലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷേ അനുതപിച്ച് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ച് ദൈവം അവരെ അതിലേക്ക് കൊണ്ടുപോയില്ല. ഇസ്രായേല്യർ അടിമത്തത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നതേ ഉള്ളൂ. അവർ യുദ്ധത്തിന് വേണ്ടി തയ്യാറായിട്ടില്ലായിരുന്നു. ദൈവം അവർക്ക് കൊടുത്ത ദേശത്തേക്ക് പോകുവാനുള്ള കുറുക്കുവഴി കടൽ തീരത്തു കൂടിയുള്ള വഴിയായിരുന്നു. നിങ്ങൾ ഓർക്കുമായിരിക്കും, 1967 പലസ്തീനിലുണ്ടായ 6 ദിവസത്തെ യുദ്ധസമയത്ത് ഇസ്രായേല്യർ കടൽ തീരത്തു കൂടി തെക്കോട്ട് ചെന്ന് ഈജിപ്തുകാരെ, അതായത് മിസ്രൈമ്യരെ ഓടിക്കുകയുണ്ടായി എന്ന് നാം കേൾക്കുകയുണ്ടായല്ലോ. ഇസ്രായേല്യർക്ക് അപ്രകാരം ചെയ്യുവാൻ അപ്പോൾ ടാങ്കുകളും വിമാനങ്ങളും ഉണ്ടായിരുന്നു എന്ന വസ്തുത ശരിയാണ്. അവർ അതിനുവേണ്ടി തയ്യാറായിരുന്നു. എന്നാൽ മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്നും പുറപ്പെട്ടു പോയ ഇസ്രായേല്യർക്ക് യുദ്ധം ചെയ്യുവാൻ യാതൊരു പരിശീലനമോ ആയുധമോ ഇല്ലായിരുന്നു. അതുകൊണ്ട് ദൈവം അവരോട് കരുണ കാട്ടുകയും മരുഭൂമിയിൽ കൂടെ അവരെ നടത്തിക്കൊണ്ടു പോവുകയും ചെയ്തു. സത്യത്തിൽ അത് ദൂരെ കൂടുതലായിരുന്നു. എന്നാൽ ആ വഴി യാത്ര ചെയ്താൽ യുദ്ധം ഒഴിവാക്കുവാൻ കഴിയുമായിരുന്നു. കനാൻ ദേശത്ത് പ്രവേശിക്കുന്നത് വരെയും അവർക്ക് യാതൊരു ശത്രുവിനെയും നേരിടേണ്ടി വരില്ല. മരുഭൂമി യാത്ര തരണം ചെയ്ത് വാഗ്ദത്ത നാട്ടിൽ ചെന്ന് ചേരുന്നതിന് അവർക്ക് 40 വർഷങ്ങൾ വേണ്ടി വന്നു. അപ്പോഴേക്കും അവർക്ക് വളരെ സജ്ജമായൊരു സൈന്യമുണ്ടായി എന്നാണ് നാം പിന്നീട് കാണുന്നത്. ദൈവത്തിന് എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് അവരെ വിടുവിക്കാമായിരുന്നില്ലേ? ഇത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് ന്യായമായിട്ടുള്ള ചോദ്യവുമാണ്. തങ്ങൾക്ക് വേണ്ടി ദൈവം ഓരോ മിനിറ്റിലും ഓരോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമെന്ന് ചിന്തിക്കുന്ന അനേകം വിശ്വാസികളുണ്ട്. അങ്ങനെ
ഓരോ ദിവസവും ഓരോ കൂട്ടായ്മയിലും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊടുക്കാൻ അവകാശപ്പെടുന്ന ആളുകളുമുണ്ട് ഇന്ന്. തങ്ങൾ കഷ്ടതയിലോ പ്രയാസത്തിലോ രോഗത്തിലോ ആകുമ്പോൾ ദൈവം ഇടപെടണമെന്ന് അവനോട് ആജ്ഞാപിക്കുവാൻ തങ്ങൾക്ക് സാധിക്കുമെന്നാണ് അവരുടെ ചിന്താഗതി. അവൻ്റെ കഴിവിനെ, അതായത് ദൈവത്തിൻ്റെ കഴിവിനെ ചോദ്യം ചെയ്യുന്ന കാര്യമല്ലിത്. അവനത് ചെയ്യുവാൻ കഴിയും. എന്നാൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം അങ്ങനെ ആകുന്നുവോ എന്നുള്ളതാണ് ചോദ്യം. ദൈവോദ്ദേശപ്രകാരമല്ലാത്ത കാര്യങ്ങൾ പിടിച്ചു വാങ്ങാനായിട്ടാണോ നാം ദൈവത്തെ ബുദ്ധിമുട്ടിക്കുന്നത്? ദൈവം നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ കൃത്യമായ പദ്ധതിക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അവിടുത്തെ ഹിതവും മാർഗവും നമ്മുടെ ജീവിതത്തിൽ നിവൃത്തിയാക്കേണ്ടതിന് ആവശ്യമായ തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും, സംശയമില്ല. ഒരു അത്ഭുതത്തിൽ കൂടി ദൈവത്തിന് ഇസ്രായേൽ മക്കളെ ഫെലിസ്ത്യരുടെ ദേശത്തുകൂടെ കൊണ്ടുപോകുവാൻ കഴിയുമായിരുന്നു. അവർ ശത്രുക്കളുടെ ആക്രമണത്തിന് വിധേയരായാലും ദൈവം അവരെ വിടുവിക്കുമായിരുന്നു. നിശ്ചയമായും അത്ഭുതം വേണ്ടയിടത്തും സമയത്തും അവനത് ചെയ്യുന്നവൻ തന്നെയാണ്. എന്നാൽ അത് തൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിന് വേണ്ടി മാത്രമായിരിക്കും. നാം ആവശ്യപ്പെടുമ്പോഴും നമ്മുടെ സൗകര്യത്തിനും നാം ആഗ്രഹിക്കുമ്പോഴുമൊക്കെ ദൈവം അത്ഭുതം പ്രവർത്തിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ കഴിയില്ല. അങ്ങനെ വാശി പിടിക്കുന്നത് ദൈവവചനത്തിന് വിരുദ്ധമാണ്. കാരണം ദൈവഹിതം എന്തോ അതായിരിക്കണം നാം ചോദിക്കുന്നത്. 18-ാം വാക്യത്തിൽ വായിക്കുന്നത്, ചെങ്കടൽ അരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റി നടത്തി. ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്ത് നിന്ന് യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. യുദ്ധസന്നദ്ധരായി എന്ന് പറഞ്ഞതുകൊണ്ട് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് ക്രമീകൃതമായി, സംഘടിതമായി, നിരനിരയായി പുറപ്പെട്ടു എന്നാണ് അർത്ഥം. അവർ ആൾക്കൂട്ടം പോലെയല്ല, വലിയൊരു ആൾക്കൂട്ടം പുറപ്പെടുന്നത് പോലെയല്ല. അവർ യാതൊരു ക്രമവും ചിട്ടയും ഇല്ലാതെ വെറുതെ ഓടിപ്പോവുകയായിരുന്നില്ല. അവർ ഒരു സൈന്യമല്ലായിരുന്നുവെങ്കിലും അവർ നിരനിരയായിട്ടാണ് പുറപ്പെട്ടത്. മരുഭൂമിയിൽ കൂടെയുള്ള അവരുടെ യാത്ര നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ അവർ ഏറ്റവും ക്രമമുള്ള കൂട്ടർ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുമായിരുന്നു. നമ്മുടെ ദൈവം എപ്പോഴും ക്രമത്തെ, ചിട്ടയെ, അടുക്കിനെ ഇഷ്ടപ്പെടുന്ന ദൈവമാണ്. അടുക്കും ചിട്ടയുമുള്ള ദൈവം തന്നെയാണ് നമ്മുടെ ദൈവം. 19-ാം വാക്യത്തിൽ കാണുന്നത്, മോശ യോസഫിൻ്റെ അസ്ഥികളും എടുത്തുകൊണ്ടു പോന്നു. ദൈവം നിങ്ങളെ സന്ദർശിക്കും നിശ്ചയം. അപ്പോൾ എൻ്റെ അസ്ഥികളും നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകണമെന്ന് പറഞ്ഞ് അവൻ ഇസ്രായേൽ മക്കളെ കൊണ്ട് ഉറപ്പായി സത്യം ചെയ്യിച്ചിരുന്നു. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മോശ യോസഫിൻ്റെ അസ്ഥികളും എടുത്തു. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങളിൽ യോസഫ് നേരത്തെ തന്നെ തൻ്റെ ജനത്തോട് അതിനെക്കുറിച്ച് നിർദ്ദേശം കൊടുത്തിരുന്നു നാം വായിക്കുന്നുണ്ട്. അവിടെ കാണുന്നത്, അനന്തരം യോസഫ് തൻ്റെ സഹോദരന്മാരോട്, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്ന് താൻ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് യോസഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. യോസഫ് ഈ വാക്കുകൾ പറഞ്ഞിട്ടിപ്പോൾ ഏകദേശം 200 വർഷങ്ങൾ കഴിഞ്ഞു എന്ന് ഓർക്കണം. ഇപ്പോൾ യോസഫിൻ്റെ ആഗ്രഹം നിറവേറ്റുവാനുള്ള സമയം വന്നു ചേർന്നു. അവൻ മരിച്ചപ്പോൾ അവൻ ഒരു ദേശീയ നേതാവായി അറിയപ്പെട്ടിരുന്നു. അതിനാൽ മിസ്രൈമിൽ അവനെ അടക്കം ചെയ്യേണ്ടതായി വന്നു. എന്നാൽ ക്രമേണ യോസഫിനെ അറിയാത്ത ഒരു ഫറവോൻ മിസ്രൈമിൽ ഉണ്ടായി എന്ന് നാം വായിക്കുന്നു. ഇപ്പോൾ അവനൊരു ദേശീയ നേതാവല്ല. അതിനാൽ യാതൊരു പ്രതിഷേധവും ഉണ്ടാക്കാതെ തന്നെ അവൻ്റെ അസ്ഥികൾ മിസ്രൈമിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുവാൻ അവർക്ക് കഴിയുമായിരുന്നു. വാഗ്ദത്ത ദേശത്ത് അടക്കപ്പെടണമെന്നുള്ളതായിരുന്നു യോസഫിൻ്റെയും ആഗ്രഹം. എന്നാൽ ഇവിടെ സ്വാഭാവികമായും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംശയമുണ്ട്. ഇത്രയും കാലങ്ങൾക്ക് ശേഷം യോസഫിൻ്റെ അസ്ഥികൾ മിസ്രൈമിൽ നിന്ന് എടുത്ത് വാഗ്ദത്ത നാട്ടിൽ അടക്കേണ്ടതിൻ്റെ ആവശ്യമെന്താണ്? ചിന്തിച്ചില്ലേ? താൻ ഒരിക്കൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമെന്ന് യോസഫ് വിശ്വസിച്ചിരുന്നെങ്കിൽ അത് മിസ്രൈമിൽ നിന്നായാലും കനാൻ ദേശത്ത് നിന്നായാലും വ്യത്യാസം എന്താണ്? ഇത് സ്വർഗത്തിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യമല്ല സുഹൃത്തേ. ഉയർത്തെഴുന്നേറ്റ് മധ്യാകാശത്തിലേക്ക് പോകുമെന്നുള്ളതായിരുന്നില്ല യോസഫിൻ്റെ അറിവ്. തൻ്റെ ജനം ആ വാഗ്ദത്ത ദേശത്ത് സഹസ്രാബ്ദ വാഴ്ചയ്ക്കായിട്ടും അനന്തരം നിത്യതയ്ക്ക് വേണ്ടിയും ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതായിരുന്നു അവൻ്റെ പ്രതീക്ഷ.
അതായിരുന്നു അവർക്ക് സ്വർഗം. യോസഫിൻ്റെയും മോശയുടെയും പ്രത്യാശ അതായിരുന്നു. വിശ്വാസത്താൽ മോശ യോസഫിൻ്റെ അസ്ഥികൾ വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. 20 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത്, അവർ സുക്കോത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടു, മരുഭൂമിക്കരികെ ഏഥാമിൽ പാളയമിറങ്ങി. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് മാറിയതുമില്ല. ഇസ്രായേൽ മക്കൾ ചൂടേറ്റ് എരിഞ്ഞു നിൽക്കുന്ന മണലാരണ്യത്തിലേക്ക് നീങ്ങുകയാണ്. ഇനി അങ്ങോട്ട് ദൈനംദിന യാഥാർത്ഥ്യമെന്ന വണ്ണം ദൈവത്തിൻ്റെ അത്ഭുതകരമായ നടത്തിപ്പ് ആ ജനം അനുഭവിച്ചറിയുവാൻ പോകുകയാണ്. മരുഭൂമിയിലെ അത്യുഷ്ണം അവരെ തെല്ലും ഏശിയില്ല. കാരണം പകൽ അവർക്ക് മുകളിൽ മേഘസ്തംഭമുണ്ടായിരുന്നു. അതുപോലെ രാത്രിയിലെ തണുപ്പും അന്ധകാരവും അവരെ ബാധിക്കാതെ വണ്ണം രാത്രി അഗ്നിസ്തംഭം അവർക്ക് കാവലായി നിന്നു. മറ്റ് യാതൊരു ജാതിക്കും ഒരിക്കലും ലഭിക്കാതിരുന്ന ഒന്ന് ഇസ്രായേൽ മക്കൾക്ക് ദൈവം നൽകി. അത് ദൈവത്തിൻ്റെ ദൃശ്യമായ സാന്നിധ്യം അഥവാ തേജസ്സായിരുന്നു. റോമാലേഖനം 9-ാം അധ്യായം 4-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അവർ ഇസ്രായേല്യർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. ഓർക്കുക, ഇന്ന് സഭയ്ക്ക് പോലും ദൈവത്തിൻ്റെ ദൃശ്യമായ സാന്നിധ്യം നൽകപ്പെട്ടിട്ടില്ല. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും വിശ്വാസത്താലുമാണ് ഇന്ന് നമ്മൾ അവനെ അറിയുന്നത്. ദൈവം നമ്മെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ മക്കൾ ക്രിസ്തുവിൻ്റെ ആഗമനത്തിനു വേണ്ടി പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നാമോ ചരിത്ര സംഭവത്തിലേക്ക് പുറകോട്ട് നോക്കുകയാണ്. വാസ്തവത്തിൽ നാം അതിൽ ദൈവത്തിൻ്റെ കരം കാണുന്നുണ്ട്. വിശ്വാസത്താൽ നടക്കേണ്ടതിനായി നമുക്ക് ദൈവത്തിൻ്റെ ദൃശ്യമായ സാന്നിധ്യത്തിൻ്റെ ആവശ്യം ഇന്നില്ല. അന്ന് ചരിത്രത്തിൽ വീണ്ടെടുപ്പിൻ്റെ പ്രവർത്തനം നടന്നിട്ടില്ലായിരുന്നു എന്നതുകൊണ്ട് അവർക്ക് ദൈവ തേജസ്സിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ദൃശ്യമായ ആവശ്യമുണ്ടായിരുന്നു. തുടർന്നങ്ങോട്ടുള്ള മരുഭൂമി യാത്രയിൽ തൻ്റെ ജനത്തെ സുരക്ഷിതരായി മരുഭൂമിയിൽ കൂടി കടത്തിക്കൊണ്ടു പോരേണ്ടതിന് ദൈവം ഒരുക്കങ്ങൾ ചെയ്തിരുന്നു എന്ന് ഓരോ സംഭവവും സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ നടത്തിപ്പ് എത്ര അത്ഭുതകരമാണ്. അവിടുത്തെ മക്കളുടെ ജീവിതത്തിൽ ഏറ്റവും ചെറുതെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും എത്ര ശ്രദ്ധയോടാണ് നമ്മുടെ ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്. നാം നമ്മുടെ കണ്ണുകളെ തുറന്ന് ഒന്ന് നോക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതകരം നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളിലും കാണുവാൻ സാധിക്കും. പലപ്പോഴും അന്ധതയും അജ്ഞതയും മൂലം നമ്മളത് തിരിച്ചറിയാതെ പോവുകയല്ലേ? അതേ പ്രിയ സുഹൃത്തെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവകരം അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ടോ? അത് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നടത്തുന്ന വിധം ഓർത്ത് അവനെ സ്തുതിക്കുവാൻ സാധിക്കുന്നുണ്ടോ? എണ്ണിയാൽ തീരാത്തതുപോലെ അവനിൽ നിന്ന് നന്മകൾ നാം പ്രാപിച്ചിട്ടും അതിനൊത്തവണ്ണം നന്ദിയുള്ളവരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ ജനത്തിൻ്റെ ജീവിതത്തിലും അതുതന്നെയാണ് നാം കാണുവാൻ പോകുന്നത്. വിടുവിക്കപ്പെട്ട ഒരു ദൈവ പൈതലിൻ്റെ മുൻപോട്ടുള്ള യാത്ര ദൈവം നോക്കിക്കൊള്ളുമെന്ന വലിയ സത്യം ഈ സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതേ സുഹൃത്തെ, ജീവിതത്തിൽ യാദൃച്ഛികം എന്നൊന്നില്ല. കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടുള്ള ഒരു ദൈവ പൈതലാകുന്നു നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം മുന്നറിഞ്ഞ് അനുവദിക്കുന്ന കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. നിങ്ങൾ ജീവിതത്തെ അവൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചാൽ മാത്രം മതി. വിടുവിക്കപ്പെട്ട ദൈവജനം എന്ന അനുഗ്രഹ പദവിയിൽ നമ്മെ നടത്തുവാൻ ദൈവം മതിയായവനാണ്. അതിനായി ഒരു പ്രാവശ്യം കൂടി നിങ്ങളുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമോ? ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കും. ജോസഫിൻ്റെ അസ്ഥികളുമായി മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്ന ഇസ്രായേൽ മക്കളുടെ ചരിത്രം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഏതൊരു ദൈവഭക്തൻ്റെയും ഹൃദയത്തെ ത്രസിപ്പിക്കുന്ന ഒരു സംഭവമാണ്. നാം ജീവിച്ചിരുന്നാലും മരിച്ചാലും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് അവകാശികളായിത്തീരും എന്നുറച്ച് വിശ്വസിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.